ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 52 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 53-ാമത്തെ ശ്ലോകം നോക്കാം. ഭഗവാൻ അർജുനനോട് പറയുന്നതാണ്: നാഹം വേദൈർന തപസ്സാ ന ദാനേന ന ചേജ്യയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. മാം എന്നെ, യഥാഹ എപ്രകാരം, അഥവാ ഏത് രൂപത്തിൽ, ദൃഷ്ടവാൻ അസി നീ കണ്ടുവോ, ഏവം വിധം ദ്രഷ്ടും അതുപോലെ കാണുവാൻ, ആ വിധത്തിൽ എന്നെ കാണുവാൻ, വേദൈർ വേദാധ്യയനം കൊണ്ട്, അഹം ന ശക്യ സാധ്യമാകുന്നവനല്ല ഞാൻ, തപസാ ന തപസ്സുകൊണ്ടും സാധ്യമാകുന്നവനല്ല, ദാനേന ന ദാനം കൊണ്ടും സാധ്യമാകുന്നവനല്ല, യുജ്യയാച ന യജ്ഞം കൊണ്ടും സാധ്യമാകുന്നവനല്ല. എന്നെ എപ്രകാരം ഏത് രൂപത്തിൽ നീ കണ്ടുവോ, ആ വിധത്തിൽ കാണുവാൻ വേദാധ്യയനം കൊണ്ട് സാധ്യമാകുന്നവനല്ല ഞാൻ. അതായത് വേദാധ്യയനം കൊണ്ട് എന്നെ അപ്രകാരം കാണുവാൻ ആർക്കും സാധ്യമല്ല, തപസ്സുകൊണ്ടും സാധ്യമല്ല, ദാനം കൊണ്ടും സാധ്യമല്ല, യജ്ഞം കൊണ്ടും സാധ്യമല്ല. ദിവ്യദൃഷ്ടിയാൽ നീ ദർശിച്ച എൻ്റെ ഈ വിശ്വരൂപം അതേ രൂപത്തിൽ ദർശിക്കുവാൻ വേദാധ്യയനം കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ആർക്കും സാധ്യമല്ല. ഇത്തരം പ്രവൃത്തികൾ കൊണ്ടൊന്നും എൻ്റെ ആ വിശ്വരൂപം, നിനക്ക് കാണുവാൻ സാധിച്ച ആ വിശ്വരൂപം ആ വിധത്തിൽ കാണുവാൻ സാധ്യമല്ല തന്നെ. അങ്ങനെ കാണാൻ കിട്ടുന്നവനല്ല ഞാൻ, ഇതാണ് ഭഗവാൻ പറയുന്നത്. പാണ്ഡിത്യം നേടിയത് കൊണ്ടോ ദാനധർമ്മങ്ങളും തപസ്സും യജ്ഞങ്ങളും അനുഷ്ഠിച്ചത് കൊണ്ടോ മാത്രം ഭഗവാന്റെ ദർശനം ലഭിക്കുവാൻ സാധിക്കും എന്നാരും കരുതേണ്ടതില്ല. പിന്നെയോ അതിന് ഭഗവാന്റെ ഇച്ഛ തന്നെ വേണം. അതുണ്ടാകണമെങ്കിൽ സമ്പൂർണമായ ശരണാഗതിയും ഭഗവത് ഭക്തിയും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരിൽ ഭഗവാൻ പ്രസാദിക്കും. ഭഗവാന്റെ ഇച്ഛപ്രകാരം അയാൾക്ക് ദർശനം ലഭിക്കും. അല്ലാതെ ഞാൻ ഇന്നത് ചെയ്താൽ ഇന്നത് ലഭിക്കണം എന്നുള്ള ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ കർമ്മങ്ങളോ യജ്ഞങ്ങളോ ഒക്കെ അനുഷ്ഠിച്ചു എന്ന് കരുതി ദർശനം ലഭിക്കണമെന്നില്ല. അതിന് ഭഗവാന്റെ ഇച്ഛ തന്നെ വേണം. അപ്പോൾ അർജുനൻ അപ്രകാരമുള്ള ഭഗവത് കൃപയ്ക്ക് പാത്രമായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതിന് യോഗ്യനായി തീർന്നതുകൊണ്ടാണ് ആ വിശ്വരൂപ ദർശനം സാധ്യമായത്. അത് ഭഗവാൻ അർജുനനോട് തന്നെ പറയുകയാണ്. മറ്റാർക്കും സാധ്യമാകാത്ത അപൂർവമായ അവസരമാണ് അർജുനന് ലഭിച്ചത് എന്ന് ഭഗവാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.